നമസ്കാരം. ഇന്ന് മാർച്ച് 8 ലോകം മുഴുവൻ സ്ത്രീത്വത്തെ ആദരിക്കുന്ന ദിവസം. ചരിത്രത്തിന്റെ താളുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പല വലിയ വിജയങ്ങൾക്കും കണ്ടുപിടുത്തങ്ങൾക്കും പിന്നിൽ പുരുഷന്മാരുടെ പേരുകൾ മാത്രമേ പലപ്പോഴും മുഴങ്ങിക്കേൾക്കാറുള്ളൂ. എന്നാൽ ആ കണ്ടുപിടുത്തങ്ങളെ ലോകത്തിന് നെറുകയിലെത്തിച്ച വിസ്മരിക്കപ്പെട്ടുപോയ ചില പെൺമനസ്സുകളുണ്ട്. അത്തരത്തിലുള്ള ഒരാളുടെ കഥ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 1888 ഒരു ഓഗസ്റ്റ് മാസം ജർമ്മനിയിലെ മാൻഹൈം നഗരം പതുക്കെ ഉറക്കമുണരുന്നതേ ഉള്ളൂ. പ്രശസ്ത എഞ്ചിനീയറായ കോൾബെൻസ് അന്ന് തൻ്റെ സ്വപ്ന പദ്ധതിയായ മോട്ടോർ വാഹനം വിറ്റുപോകാത്തതിൻ്റെ നിരാശയിൽ ആഴത്തിലുള്ള ഉറക്കത്തിലാണ്. എന്നാൽ ആ പുലർച്ചെ ആരും കാണാതെ ഒരു നിഴൽ പോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗാരേജിലേക്ക് നടന്നു. പേര് ബെർത്ത ബെൻസ്. തൻ്റെ 2 മക്കളെയും കൂട്ടി ഭർത്താവ് പോലും അറിയാതെ ആ മുച്ചക്ര വണ്ടി അവർ പുറത്തിറക്കി. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു. ഒരു മനുഷ്യൻ ലോകത്താദ്യമായി ഒരു കാർ ഓടിച്ചുകൊണ്ടുപോവുകയാണ്. ഇന്നത്തെ കാലത്ത് ഇതൊരു വലിയ കാര്യമല്ലായിരിക്കാം, പക്ഷെ അന്ന് കുതിരകളില്ലാത്ത ആ വണ്ടി ഓടുന്നത് കണ്ടപ്പോൾ ആളുകൾ വിചാരിച്ചത് അത് ഏതോ സാത്താൻ്റെ പണിയാണെന്നാണ്. ഈ യാത്രയുടെ യഥാർത്ഥ ഉദ്ദേശം തൻ്റെ ഭർത്താവിൻ്റെ കണ്ടുപിടുത്തം വെറും ഒരു കളിപ്പാട്ടമല്ല എന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുക്കുക. അതായിരുന്നു അവരുടെ ലക്ഷ്യം. മാൻഹൈമിൽ നിന്ന് ഫോസ്ഹൈം വരെ ഏകദേശം 106 കിലോമീറ്റർ ദൂരം. ഇന്നത്തെ പോലെ ടാറിട്ട റോഡുകളില്ല, എന്തിന് പെട്രോൾ അടിക്കാൻ ഒരു പമ്പ് പോലുമില്ല. വഴിയിൽ വെച്ച് വണ്ടി പണി തന്നു. എഞ്ചിൻ പൈപ്പ് അടഞ്ഞപ്പോൾ ബെർത്ത തൻ്റെ തലയിലെ ഹാറ്റ്പിൻ എടുത്ത് ആ പൈപ്പ് വൃത്തിയാക്കി. വയറുകൾ ഷോർട്ടായപ്പോൾ തൻ്റെ വസ്ത്രത്തിലെ ഗാട്ടർ ഉപയോഗിച്ച് അവർ അത് ഇൻസുലേറ്റ് ചെയ്തു. യാത്രക്കിടയിൽ ഇന്ധനം തീർന്നപ്പോൾ ബെർത്ത വണ്ടി നിർത്തിയത് ഒരു മരുന്ന് കടയ്ക്ക് മുന്നിലാണ്. അവിടെ നിന്ന് ലിഗ്രോയിൻ എന്ന കെമിക്കൽ വാങ്ങി ടാങ്കിൽ ഒഴിച്ചു. ലോകത്തിലെ ആദ്യത്തെ പെട്രോൾ പമ്പ് ഒരു മരുന്ന് കടയായി മാറിയത് അങ്ങനെയാണ്. ബ്രേക്ക് തേഞ്ഞു തീർന്നപ്പോൾ ഒരു ചെരുപ്പ് കുത്തിയെ കൊണ്ട് തോൽ കഷ്ണങ്ങൾ പിടിപ്പിച്ചു. അങ്ങനെ ലോകത്തെ ആദ്യത്തെ ബ്രേക്ക് ലൈനർ പിറന്നു. വൈകുന്നേരം അവർ ലക്ഷ്യസ്ഥാനത്തെത്തി. ലോകം ഞെട്ടിപ്പോയി. പത്രങ്ങൾ വാർത്തകൾ കൊണ്ട് നിറഞ്ഞു. അതോടെ കാൾ ബെൻസിൻ്റെ മോട്ടോർ വാഹനത്തിന് ആവശ്യക്കാരേറി. ഇന്ന് നമ്മൾ കാണുന്ന മെഴ്സിഡസ് ബെൻസ് എന്ന ആഗോള സാമ്രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ യഥാർത്ഥ ശില്പി ആ ഒരു വനിതയാണെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. കാൾ ബെൻസ് കാർ കണ്ടുപിടിച്ചു, പക്ഷേ ബെർത്തയാണത് ലോകത്തിന് ഓടിച്ചു കാണിച്ചു കൊടുത്തത്. ആ ഒരു യാത്ര നടന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കണ്ടുപിടുത്തം വെറും ഒരു ഇരുമ്പ് കഷ്ണമായി ആ ഗാരേജിൽ ഒതുങ്ങിപ്പോയേനെ. ഈ വനിതാ ദിനത്തിൽ നമ്മൾ ഓർക്കേണ്ടത് ഇതാണ്: ഏതൊരു വലിയ വിജയത്തിന് പിന്നിലും ഒരു തലച്ചോറുണ്ടാകാം, പക്ഷേ അതിനെ ലക്ഷ്യത്തിലെത്തിക്കാൻ തോൽക്കാൻ തയ്യാറല്ലാത്ത ഒരു പെൺമനസ്സുണ്ടാകണം. ഇതാണ് ഇന്നത്തെ കഥ. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. നമസ്കാരം.